കണ്ടുമുട്ടിയതാണ്. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഗലാത്യലേഖനം, എഫേസ്യലേഖനം അവിടെ വായിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ നീതിയും സമാധാനം കൂടെ ഒരുമിച്ച് മുട്ടിയ ഒന്നുകിൽ നീതി അല്ലെങ്കിൽ സമാധാനം. ഇത് മാത്രമേ എവിടെയെങ്കിലും കാണാൻ പറ്റൂ. നീതിയും സമാധാനം കൂടെ കൂട്ടിമുട്ടിയത് ക്രൂശിലാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ നീതി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ദൈവത്തിന്റെ സമാധാന സ്നേഹവും കൂട്ടിമുട്ടിയത് ഐ ക്യാൻ സീ ദ ലവ് ആൻഡ് പീസ് അറ്റ് ദ ക്രോസ്. അത് ക്രൂശിലാണ് കൂട്ടിമുട്ടി. ജയിച്ചവരെ എതിരേൽക്കുന്നു. അവർ യേശുവിന്റെ രക്തവും യേശുവിന്റെ ശരീരവും പുതുവഴി തുറന്നത് അല്ലെങ്കിൽ നമുക്ക് സമാധാനം തരാൻ പറഞ്ഞു വന്ന് വേഗം അവസാനിപ്പിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നോക്കണം, എന്തിനാണ് ദൈവം നമ്മെ എതിരേൽക്കുന്നത്? പ്രലോഭനങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട്. Temptations are all set before you. You have to overcome that. എന്തിനാ ഈ കർത്തമേശ വരുന്നതെന്ന് ചോദിച്ചത്? ജയിച്ചവർക്കാ കർത്തമേശ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ആഴ്ച ജയിച്ചവർക്കാണ് എന്ത് അതൊക്കെ പറയാറ്. നമ്മൾ പറയുന്ന കർത്തമേശ രക്ഷിക്കപ്പെട്ട് കാണപ്പെട്ടവർക്ക് അല്ല. കർത്തമേശ ആരുള്ളതാ? ബാംഗ്ലൂർ വിൽ പ്രാക്ടീസ് ഓപ്പൺ കമ്മ്യൂണിറ്റി. ദാറ്റ് മീൻസ് യു നീഡ് ടു ടേക്ക് ബാപ്റ്റിസം. ബാപ്റ്റിസം എടുക്കണ്ട, രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുക്കണം. കർത്തമേശ കൊടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കർത്തമേശ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഇതിനെ കേട്ടില്ല. ബാക്കി അത്രയും നിർത്തുക. ബാക്കി കേട്ടില്ല. വിശുദ്ധിയോടെ എങ്ങനെ അറിയാൻ പറ്റില്ല? നിങ്ങൾ വിശുദ്ധിയോടെ എങ്ങനെ അറിയാൻ പറ്റും? ബാക്കി വിശുദ്ധിയോടെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനാ പറയാൻ തന്നെത്താൻ ചെയ്യണം. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ അത് വേണ്ടല്ലോ. തന്നെത്താൻ ചെയ്യണം, ശോധന ചെയ്യണം. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആർക്കരുത്? ജയിച്ചവർ. എന്തിനാ? ഇനിയും ജയിക്കാൻ വേണ്ടി. ഇനി 19 വായിച്ചു. അങ്ങനെ ജയിച്ചിട്ട് വരും അബ്രഹാം. അബ്രഹാം ജയിച്ചിട്ട് നീതി സമാധാനം സന്തോഷോണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും കഴിച്ച് സന്തോഷവും കരുത്തും പ്രാപിച്ചു കഴിഞ്ഞപ്പോ സ്വർഗം എതിരേറ്റവന്റെ മുമ്പിൽ ഒന്നും വന്നാലും അവർ തലപിടിച്ചിട്ടില്ല. Whatever temptation come before the man who has won the victory, the heaven who met him, he will not go before him, before anything of this world. ഈ ലോകത്തിന്റെ മുമ്പിൽ അവർ തല പിടിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 14 19 വാക്യം. അങ്ങനെ അബ്രഹാമിന്റെ മുമ്പിൽ ഇപ്പൊ ഒത്തിരി പ്രലോഭനം വരിക. ഇനി അടുത്ത 20 വാക്യം വരികയാണ്. സോദോം രാജ 21 വാക്യം. സോദോം രാജ അബ്രഹാമിനോട് പറയുകയാണ്. ഇപ്പൊ പണ്ട് പേടിച്ച് ഓടി കീഴ്ക്കുഴി എന്നൊക്കെ വായിക്കുന്നത് നല്ല രസം വായിക്കുന്നത്. വായിക്കുന്നത് ചാറിട്ട കുഴിക്കാത്ത പേടിച്ച് ഓടിയ പോക്കിന് തിന്മാറില്ലാതെ ചാറുകുഴി വീണു. ഇപ്പം പോകണം ചാറൊക്കെ പൂശിയാണ് നിൽക്കുന്നത്. അങ്ങനെ കരിപ്പൂതം പോലെ നിൽക്കുന്ന സോദോം രാജാവ് അബ്രഹാമിനോട് പറയുന്നത് കാര്യം ചെയ്യും. നമ്മുടെ സ്വന്തം ഭൂമി മാറിയിട്ടില്ല. എന്താ പറയുന്നത്? ആടുകളേക്ക് തരിക. എന്തോ തരാം? കർത്തമേശ എടുത്തില്ല എന്നെങ്കിൽ ആളെ കൊടുത്ത് പൈസ മാത്രം വീട്ടിൽ പോയി. ആളെ വിറ്റ് കാശ് വാങ്ങേണ്ട കാലഘട്ടമാണ്. അല്ലെങ്കിൽ പലതിനെ വിറ്റ് കാശ് വാങ്ങുന്നില്ല. അല്ലെങ്കിൽ പണത്തിന് മുമ്പിൽ ആരാധന വെക്കരുത്. പണത്തിന് മുമ്പിൽ വിശ്വാസം വെക്കരുത്. പണത്തിന് മുമ്പിൽ വിശുദ്ധി വെക്കരുത്. We cannot have any compromise for with the word of God. ദൈവവചനവുമായി അല്ലാതെ വേറെ ഒന്നുമായിട്ട് നമുക്കൊരു കോംപ്രമൈസ് പാടില്ല. 40 പോയി കേരളീയ പൈസ സ്ഥലം പോലും കേട്ടാ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിൽ 1 മുതൽ 5 വാക്യങ്ങളില് ആമോസിനെ പതുക്കെ വിളിച്ചിട്ട് രാജാവ് ആഹാബ് പറയുകയാണ്, നിന്റെ മുന്തിരിത്തോട്ടെ എനിക്ക് എന്തിനാ അത് പറഞ്ഞില്ല. പ്രശ്നമില്ലായിരുന്നു. വാദമൊന്നും പറഞ്ഞില്ല. കായ്പാട്ടേക്കാതെ വെജിറ്റബിൾ ഗാർഡൻ 6 മാസം കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ചാൽ 6 മാസം എല്ലാം കഴിഞ്ഞ് വെക്കാം. വെജിറ്റബിൾ ഗാർഡൻ നമ്മളെല്ലാം കണ്ടുണ്ടാക്കിയ തീരത്തോട്ടം എല്ലാം 6 മാസം കഴിയുമ്പോൾ കഴിഞ്ഞു പോകും. പക്ഷെ മുന്തിരിത്തോട്ടം മാത്രം നിൽക്കട്ടോ. മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കുവാൻ പിശാചിന് പദ്ധതിയുണ്ട്. ഈ കർത്തമേശ കഴിച്ചോണ്ട് മാത്രമാണ് ചീരത്തോട്ടം മാറാത്തത്. അപ്പോൾ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുള്ളത് കൊണ്ട് മാത്രമാണ് നിന്റെ കുടുംബം ഒരു ചീരത്തോട്ടമായി പോകാത്തത്. എന്റെ അർത്ഥം ഇതാണ് കഴിയുക. 10 വർഷം പിടിച്ചു തന്നെ കാരണം എന്താ? 6 മാസം വില പറഞ്ഞെടുത്താൽ കർത്താവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കിയിറങ്ങി. നിനക്ക് 6 മാസം 60 ദിവസമൊക്കെ അവധി പറഞ്ഞ ഒത്തിരി ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ നാമോത്ത് പറഞ്ഞത് എന്ത് ചെയ്യത്തില്ല. ഞാൻ ചുമ്മാ കയറി പറഞ്ഞത് നമ്മൾ കയറി പറയുന്നത് ചുമ്മാ പറഞ്ഞോ ദൈവാത്മ എനിക്ക് തോന്നിച്ചോടെ ഞാൻ അങ്ങനെ പറഞ്ഞത് ബൈബിൾ വായിച്ചുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞത് ആവർത്തനം 22 വാക്യം വായിച്ചുണ്ട്. ചുമ്മാ നാമോത്ത് പറഞ്ഞ ആവർത്തനം 22 ഒരു ന്യായപ്രമാണം കൊടുത്തപ്പെടുത്ത് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വെച്ചു. ഇതുകൊണ്ട് പുള്ളി പറഞ്ഞത് ഞാൻ തരത്തില്ല. ഇതുകൊണ്ടെന്ന് പറഞ്ഞത് എന്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ ചീരത്തോട്ടമാക്കാൻ തരത്തില്ല. ഈ രാജ്യം മുഴുവൻ തന്നാലും ഇതിനകത്തൊരു വേറെ വിത്ത് മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കൃപയും കൃപാവരവും ജ്വലിക്കേണ്ടതിന്റെ കുടുംബത്തിനകത്ത് വേറൊരു വിത്ത് മുളയ്ക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അബ്രഹാമേ നീ കർത്തമേശ എടുത്തത് കൊണ്ട് സോദോം രാജാവിന്റെ മുമ്പാകെ നീ വീണുപോയില്ല. അവൻ പറയുകയാണ്, ഞാൻ ആളിനെ എനിക്ക് തന്നെ പണം തരാം. അബ്രഹാമിന്റെ ഭാഷ്യം ഇതായിരുന്നു,
നീ എന്നെ സമ്പന്നനാക്കിയത് പിന്നെ പറയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വള്ളി പോലും വാങ്ങി. ഇന്ന് രാവിലെ ആരെങ്കിലും പറയണം സ്വർഗമാണ് എന്നെ വലിയവനാക്കിയത്, സ്വർഗം എന്നെ വലിയവനാക്കിയത്. ആ സാക്ഷ്യം നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സിലും നീ ചെന്ന് ചാടരുത്. ആ സാക്ഷ്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും ദൈവമായിട്ട് ഇടപെടരുത്. നിന്റെ സാക്ഷ്യം ചോർത്തി കളയുക, നിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കോംപ്രമൈസിനും ദൈവമക്കൾ തയ്യാറാകരുത്. അവർ അവസാനം പറഞ്ഞേക്കാൻ പോയി. അവസാനം അബ്രഹാം പറഞ്ഞൊരു പദമാണ് 23-ാം വാക്യം. ഞാൻ ഇന്ന് പകൽക്കാലം കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ ദേശീയോടൊപ്പം വിളിച്ചു പറയട്ടെ, കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. എന്താ കൈ ഉയർത്തി സത്യം ചെയ്തത്? സ്തോത്രമില്ല, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ. ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങി പുറപ്പെട്ടത്, പക്ഷെ ഇതുവരെ എന്നെ നടത്തിയത് ദൈവമാണെന്ന് അന്ന് പകൽക്കാലം സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ചോദിക്കട്ടെ, എന്താണ് ഈ കർത്താവിന്റെ ദേശീയ രാവിലെ നമ്മൾ സംസാരിക്കുന്നത്? വാട്ട് ഡസ് ലോർഡ് സപ്പർ സ്പീക്ക് ടു us? ജയിച്ചവർക്കുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ പിശാചിനെ തോൽപ്പിച്ചവരാണെങ്കിൽ you have all the right to partake from the Lord's Supper. എന്തിനാണ് കഴിക്കുന്നത്? ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടാകും. വിലാപങ്ങൾ 5:17 വായിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ നൃത്തം ഞങ്ങൾക്ക് വിലാപമായി, ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ മരിച്ചവരെ പോലെ ആയിരിക്കും. എങ്കിലും യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. എത്ര പേര് തന്നെ ഈ ആഴ്ച ഞാൻ ജയിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും. This week is the week of victory in your life. You are going to win many battles this week.